ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. ഒരു വ്യക്തിയുടെ ലൈംഗികതയും സാഹചര്യവും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. ലൈംഗികത നമുക്ക് രണ്ട് രീതിയിൽ ആസ്വദിക്കാം. ഒന്ന്, ഡയറക്റ്റായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഒരു സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ബന്ധം. മറ്റൊന്ന്, ഇൻഡയറക്റ്റായിട്ട് ചെയ്യുന്ന രീതി. അപ്പോൾ ഡയറക്റ്റായാലും ഇൻഡയറക്റ്റായാലും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, രതിമൂർച്ച. പക്ഷേ അത് ചെയ്യുന്ന രീതിക്കനുസരിച്ച് അതിൻ്റെ ആനന്ദത്തിന് വ്യത്യാസം വരും. അപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് സെക്സ് ചെയ്യാനുള്ള സാഹചര്യം തീരെ കുറവാണ്, പ്രത്യേകിച്ചും വിവാഹം കഴിക്കാത്തവർ, അതുപോലെ പങ്കാളികൾ രണ്ട് രാജ്യത്ത് താമസിക്കുന്നവർ, അതുപോലെ തന്നെ ഒന്നിച്ച് താമസിക്കുന്നവരായാലും അസുഖമുള്ളവർ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുള്ളവർ. അപ്പോൾ ഇവരെല്ലാം ഒരു കാറ്റഗറിയാണ്. എന്നാലും ഇതിനകത്ത് തന്നെ തീക്ഷ്ണമായ ലൈംഗികത ആസ്വദിക്കുന്ന സ്ത്രീയും പുരുഷനും ഉണ്ട്. അപ്പം അവരും ഒരു സ്ത്രീ പങ്കാളിയെ, ഒരു പുരുഷ പങ്കാളിയെ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഉള്ളുകൊണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലുള്ള സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ശരീരം ചില കാര്യങ്ങൾ ചില സമയത്ത് ഡിമാൻഡ് ചെയ്യും. അതുപോലെ പൊട്ടിക്കാനും നല്ല രീതിയിൽ പറന്നടിക്കാനും ഒക്കെയുള്ളൊരു മോഹം ഉണ്ടാവും. പക്ഷേ സാഹചര്യവശാൽ ഈ മോഹം ഉള്ളിൽ ഒതുക്കി കഴിയുന്ന ഒരുപാട് സ്ത്രീ പുരുഷന്മാരുണ്ട്. യഥാർത്ഥത്തിൽ നല്ലൊരു സ്ത്രീ പുരുഷ ബന്ധം വളരെ കുറച്ച് പേര് മാത്രമേ ആസ്വദിക്കുന്നുള്ളൂ സമൂഹത്തിൽ. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ സമൂഹത്തിൽ പൊതുവേ ഉണ്ട്. നിങ്ങൾ സ്ത്രീകളോട് ചോദിച്ചാൽ അറിയാം, ചില ദിവസങ്ങളിൽ അവർക്ക് നല്ല വികാരമായിരിക്കും. പ്രത്യേകിച്ച് ചില സമയങ്ങളിൽ നല്ലൊരു കളി കളിക്കണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടാവും. അതിനെക്കുറിച്ചുള്ള ഫാൻറ്റസിയൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങും. എന്നുവെച്ചാൽ പുരുഷൻ്റെ സാമീപ്യം വളരെയേറെ കൊതിക്കുന്ന ഒരു സമയം വരും സ്ത്രീക്ക്. അപ്പോൾ അത് സാധിക്കാതെ വരുമ്പോൾ ഒരു വല്ലാത്ത നിരാശ തോന്നും കേട്ടോ. അപ്പോൾ ആരോഗ്യമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവരൊരു ഓൾട്ടർനേഷൻ കണ്ടെത്തും. ചിലവർ അവിഹിതത്തിലേക്ക് പോകും, മറ്റ് ചിലർ ഒരു പ്രത്യേക രീതിയിൽ സ്വയംഭോഗം ചെയ്യാൻ ശ്രമിക്കും. ആ സമയത്ത് മിക്കവാറും സ്ത്രീകൾക്ക് യോനിഭാഗത്തൊക്കെ ഒരു തരിപ്പ് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ ശാരീരികമായിട്ടൊക്കെ ഒരു പ്രത്യേക മാറ്റം ഉണ്ടാവും ഈ സമയത്ത്. അതുപോലെ ഈ സമയത്ത് മാർദ്ദങ്ങൾക്കും നിതംബത്തിനുമൊക്കെ ഒരു പ്രത്യേക തുടുപ്പുണ്ടാവും. സ്ത്രീകളുടെ കണ്ണുകൾക്കൊക്കെ ഒരു പ്രത്യേക ആകർഷണമായിരിക്കും. അപ്പോൾ ഈ സമയങ്ങളിൽ പല സ്ത്രീകളും അതുപോലെ പുരുഷന്മാരുമൊക്കെ പല രീതിയിലാണ് എൻജോയ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യം അതിവിടെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് രീതിയിലുള്ള ലൈംഗികത എന്ന് പറയുമ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫോൺ വഴിയും അതുപോലെ വീഡിയോ കോൾ വഴിയൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന പല ദമ്പതികളെ എനിക്കറിയാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ചെയ്യുന്നതിനകത്ത് ഒരു സൈക്കോളജി ഉണ്ട്. എന്തുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല, കുറച്ച് പേര് മാത്രം അങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ സ്വന്തം ശരീരം, പ്രത്യേകിച്ചും രഹസ്യ ഭാഗങ്ങളൊക്കെ മറ്റൊരാൾ കാണുമ്പം അല്ലെങ്കിൽ പങ്കാളി കാണുമ്പം അവർക്ക് തോന്നുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന ആ സമയത്ത് തോന്നുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ഈ ഫീലിങ്സാണ് ഇവരിൽ എന്ന് വെച്ചാൽ ഈ പ്രദർശിപ്പിക്കുന്നവരിൽ അനിർവചനീയമായ ഒരാനന്ദമുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ആനന്ദം അവരിൽ ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് അവരുടെ ലൈംഗിക ആഗ്രഹങ്ങളെയും ആ മൂഡിനെയൊക്കെ ഉണർത്തുന്ന ഒരു ഘടകമായിട്ട് മാറും. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഫോണിൽ കൂടെ അല്ലെങ്കിൽ വീഡിയോ കോളിൽ കൂടെ ഇത് ചെയ്യുന്നു, ലൈംഗികത ചെയ്യുന്നു, അതവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ ചില പുരുഷന്മാർ കാണിക്കുന്ന എക്സിബിഷൻ ഉണ്ടല്ലോ, അത് ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റത്തില്ല. അതൊരു ഡിസോർഡറാണ്. ആ പ്രദർശനത്തിൻ്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇത് കാണുന്ന ആൾക്കുണ്ടാകുന്ന ജിജ്ഞാസ അല്ലെങ്കിൽ ഒരു ആകാംക്ഷ, അത് കാണിക്കുന്നവരുടെ ലൈംഗിക ചേതനയെ ഉണർത്തുന്നു. ആ സമയത്ത് ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ഹാബിറ്റായിട്ട് മാറുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഡോപ്പാമൈൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യുമ്പം അതിനൊരു അഡിക്ഷൻ സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ അത് ഹാബിച്വൽ ആകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ ഞാൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹോസ്റ്റലിൽ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്കും ഇതുപോലെ ഈ ഫോൺ സെക്സിനോട് അതുപോലെ തന്നെ ഈ വീഡിയോ കോൾ അതുവഴിയൊക്കെയുള്ള ലൈംഗികത ഭയങ്കര ഇഷ്ടമുള്ളൊരു കക്ഷിയാണ്. മിക്കവാറും രാത്രി ഒരു 2 മണി കഴിയുമ്പോഴൊക്കെ ഉറങ്ങുന്നത്. അതുവരെ ഈ ചാറ്റിങ്ങും ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ അടുത്ത സമയത്ത് കണ്ടപ്പോഴും പറഞ്ഞു, അന്നത്തെ ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വളരെ വിജയകരമായിട്ട് പോകുന്നു. അപ്പോൾ ഈ ഹോസ്റ്റലിൽ വെച്ചിട്ട് രാത്രി നമ്മൾ ഇടയ്ക്ക് ഉണരുമല്ലോ, ഈ സമയത്തും ഈ കമ്പി വർത്താനം ശരിക്ക് കേൾക്കാം. അപ്പം ഞാൻ ഉറങ്ങുന്നത് വരെ ഫോണിൽ കൂടെ സംസാരമാണ്. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കോളാണ്.
അപ്പോൾ അതിനകത്ത് ഈ ഷോയൊക്കെ നടത്തി ശരിക്കും സ്വയംഭോഗം ചെയ്യുന്ന രീതിയായിരുന്നു അന്ന് പുള്ളിക്കാരിയുടെ ഒരു സന്തോഷം. എന്ന് കരുതി എല്ലാവരോടും അങ്ങനൊന്നും ഇല്ല കേട്ടോ. വളരെ അടുപ്പവും വിശ്വാസവും സൗഹൃദവും ഒക്കെ ഉള്ളവരോട് മാത്രമേ ഉള്ളൂ. ഇനി അത്ര വലിയ വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ഫേസ് കാണിക്കാതായിരിക്കും ചാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കോൾ വഴിയുള്ള ലൈംഗികത പല സ്ത്രീകളും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. വിവാഹം കഴിച്ച സ്ത്രീകളാണ് കൂടുതലും ഇതിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇതിനകത്തൊരു കംഫർട്ട് സോൺ കണ്ടെത്തുന്നുണ്ട്. പ്രത്യേകിച്ചും അവരവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് ചെയ്യാം. അതുപോലെ രണ്ട് വ്യക്തികളുടെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് ഇതിനകത്ത് മറ്റ് റിസ്കുകളൊന്നുമില്ല. ഇപ്പം നല്ല സൗന്ദര്യമുള്ളൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖവും ആ സൗന്ദര്യവും ശരീരവും ഒക്കെ മറ്റുള്ളവർ കാണുമ്പോഴാണ് അവർക്കൊരു ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാവരും നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുങ്ങി പോകുമ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതേ എഫക്റ്റ് തന്നെയുള്ള മറ്റൊരു ആനന്ദമാണ് ഇത്. എന്ന് വെച്ചാൽ അവരുടെ നഗ്നത കാണുമ്പോൾ മറ്റുള്ളവരുടെ ആ റെസ്പോൺസ് ഉണ്ടല്ലോ, അതാണ് അവർക്ക് ആവശ്യം. അതുപോലെ ആ സമയത്ത് അവർ പറയുന്ന കമൻറ്റുകൾ എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടൊക്കെ ഉള്ള കമൻറ്റുകളൊക്കെ അവർ എൻജോയ് ചെയ്യും. ആക്ച്വലി ഇതും ഒരു ഷെയറിങ് ആണല്ലോ. അതുപോലെ പങ്കാളികളൊക്കെ വിദേശത്താണെങ്കിൽ പോലും ഇത് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർ തമ്മിലൊരു ഇൻറ്റിമസി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ വൺസ് ഇൻ എ വീക്ക് ഇതുപോലെ വീഡിയോ കോൾ ചെയ്ത് എൻജോയ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത് വലിയ അനുഗ്രഹമാണ്. അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉള്ള ഒരു നാച്ചുറലായിട്ടുള്ള ലൈംഗികത സാധ്യമാകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷ ബന്ധം സാധ്യമാകുന്നില്ല എങ്കിൽ, നിങ്ങൾക്കത് ആഗ്രഹമുണ്ടെങ്കിൽ ഇനി ഏതൊക്കെ രീതിയിൽ കൂടെ ഇൻഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, അത് വേറൊരാൾക്ക്, നിങ്ങൾക്കോ മറ്റൊരാൾക്കോ ഒരു ദോഷമായിട്ട് വരരുത്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. എന്ന് വെച്ചാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലാണ് നല്ലത്. എന്ന് വെച്ചാൽ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒട്ടുമില്ലാതിരിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് ഇതുപോലുള്ള ഓൾട്ടർനേഷൻ കണ്ടെത്തുന്നത്. അതുപോലെ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളോട് സംസാരിച്ചുകൊണ്ടിരുന്നുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്നവരുണ്ട്. അതുപോലെ ചില പുരുഷന്മാർക്ക് ഈ കമ്പി വർത്താനമൊക്കെ ഒരു പ്രത്യേക രീതിയിൽ പറയാനുള്ള കഴിവുണ്ട്. ചില സമയത്തത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അങ്ങനെയുള്ള വർത്താനങ്ങൾ. പക്ഷേ അങ്ങനെയുള്ള സംസാരങ്ങൾ ഇഷ്ടപ്പെടുന്നവരോട് മാത്രമേ അത് ഷെയർ ചെയ്യാവുള്ളൂ. എന്നാൽ ചില ആൾക്കാർ ഇതിനൊരു പ്രാധാന്യം കൊടുക്കാത്തവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടം കഴിയുമ്പം ഒരു വല്ലാത്ത മടുപ്പ് തോന്നും ലൈഫിന്. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരാവശ്യങ്ങളിൽ ഒന്നാണിത്. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാത്തതുകൊണ്ടായിരിക്കാം ആ നിരാശ വന്നത്. അതിന് പകരമായി നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തുക. അപ്പോൾ ഈ ലൈംഗികതയിൽ ഏതൊരു ഓൾട്ടർനേഷൻ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മളതിനകത്ത് കോൺഷ്യസ് ആയിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പം വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കകത്ത് അഡിക്റ്റ് ആകരുത്. അങ്ങനെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ലൈംഗികതയോടൊരു മടുപ്പ് തോന്നും. കാരണം നമ്മുടെ മനസ്സ് തന്നെ ഇതിനകത്തൊരു കംഫർട്ട് സോൺ കണ്ടെത്തി നിഗൂഢമായ ഒരു ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും. പിന്നീട് ഇതിൻ്റെയൊക്കെ കൂടുതൽ ഫ്രീക്വൻസിയിലോട്ട് പോകണമെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഏതൊരു ഓൾട്ടർനേഷൻ തിരഞ്ഞെടുക്കുമ്പോഴും അതിനകത്ത് കോൺഷ്യസ് ആയിരിക്കണമെന്ന്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.